നമസ്കാരം. ഭജഗോവിന്ദം എന്നു തുടങ്ങുന്ന ശ്രീമദ് ശങ്കരാചാര്യരുടെ മോഹമുദ്ഗരഃ എന്ന സംസ്കൃത കൃതിയുടെ 3-ാം ഭാഗം ഇപ്പോൾ കേൾക്കാം. ഇതിൻ്റെ മലയാള പരിഭാഷ പ്രൊഫസർ എം ഗീതാദേവി നിർവഹിച്ചിരിക്കുന്നു. ആലാപനം MP രാമദാസ്. ഭജഗോവിന്ദം. ശ്ലോകം 9. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലചിത്തം, നിശ്ചലചിത്തേ ജീവന്മുക്തിഃ. പരിഭാഷ: സത്സംഗമത്താലകലും മമത്വം, നിസ്സംഗനായാലകലുന്നു മോഹം, നിർമോഹമോ സുസ്ഥിരചിത്തമേകും, തഥാ ലഭിക്കും ഭവമുക്തിയേവം. സാരം: സജ്ജനസംഗമത്താൽ നിസ്സംഗത്വം ഉണ്ടാകുന്നു. നിസ്സംഗതയിൽ നിന്ന് മോഹമില്ലായ്മയും, മോഹമില്ലായ്മയിൽ നിന്ന് നിശ്ചലമായ ചിത്തവും അല്ലെങ്കിൽ ശാശ്വതമായ ജ്ഞാനം ഉണ്ടാവുകയും ചെയ്യുന്നു. അതോടെ ജീവൻ മുക്തി പ്രാപിക്കുന്നു. ശ്ലോകം 10. വയസി ഗതേ കഃ കാമവികാരഃ, ശുഷ്കേ നീരേ കഃ കാസാരഃ, ക്ഷീണേ വിത്തേ കഃ പരിവാരോ, ജ്ഞാതേ തത്വേ കഃ സംസാരഃ. പരിഭാഷ: നഷ്ടപ്പെടും വൃദ്ധന് കാമഭാവം, കുളം വരണ്ടാലുപയോഗശൂന്യം, വിത്തം ക്ഷയിച്ചാലകലും കുടുംബം, സത്യം ഗ്രഹിച്ചാൽ ഭവദുഃഖമാറും. സാരം: വാർദ്ധക്യത്തിൽ നിന്നിലെ കാമവികാരം ക്ഷയിച്ചു പോകുന്നു. ജലം വരണ്ടുപോയാൽ പിന്നെ തടാകത്തെ ആരും അന്വേഷിക്കാറില്ല. നിന്നിലെ സമ്പത്ത് ക്ഷയിച്ചു പോയാൽ കുടുംബവും നിനക്കില്ലാതെയാകുന്നു. എന്നാൽ ശാശ്വതമായ സത്യത്തെ അറിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംസാര ദുഃഖം അകലും. ശ്ലോകം 11. മാ കുരു ധനജന യൗവനഗർവം, ഹരതി നിമേഷാത് കാലഃ സർവം, മായാമയമിദമഖിലം ഹിത്വാ, ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. പരിഭാഷ: മതിക്ക വേണ്ട ധനയൗവനത്താൽ, കാലം ഹരിക്കും നിമിഷത്തിലെല്ലാം, മായാവിമോഹങ്ങളകറ്റി സത്യം ഗ്രഹിക്കണം ബ്രഹ്മപദത്തിലേറാൻ. സാരം: ഇഹലോകത്തെ സുഖസൗകര്യങ്ങളും യുവത്വവും കണ്ടിട്ട് അഹങ്കരിക്കരുത്. കാലം നിമിഷനേരം കൊണ്ട് അവ സംഹരിക്കും. ഇത്തരം മായകളിൽ അകപ്പെടാതെ ബ്രഹ്മപദം അഥവാ മോക്ഷപദം സ്വീകരിക്കുക. ശ്ലോകം 12. ദിനയാമിന്യൗ സായം പ്രാതഃ, ശിശിരവസന്തൗ പുനരായാതഃ, കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ, തദപി ന മുഞ്ചതി ആശാവായുഃ. പരിഭാഷ: മാറുന്നു രാവും പകലും പ്രഭാതം, സന്ധ്യാവസന്തം ശിശിരം വരുന്നു, പോകുന്നു കാലം തുടരുന്നു കേളി, ആയുസ്സു തീരും വെടിയില്ല മോഹം. സാരം:
പകലും രാത്രിയും, പ്രഭാതവും പ്രദോഷവും, ശിശിരവും വസന്തവും മാറി മാറി വന്നും പോയുമിരിക്കും. കാലം മനുഷ്യനെ ഇങ്ങനെ കളിപ്പിക്കുന്നതിനൊപ്പം അവൻ്റെ ആയുസ്സും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും ആശകളൊന്നും വെടിയുന്നില്ല.